ഹലോ, നട്ടുകൾ തയ്യാറാക്കുകയും അത് ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുന്നതിനെ കുറിച്ചുള്ള സെഷന്റെ 1ാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഈ സെക്ഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സെക്ഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ഹെക്സാഗണൽ നട്ട് ടാപ്പ് ഡ്രിൽ വലുപ്പങ്ങൾ നിർണ്ണയിക്കുക. ഹെക്സാഗോണൽ നട്ട് ആന്തരിക ത്രെഡുകൾ മുറിക്കുന്നതിന് ടാപ്പിംഗിനായി ദ്വാരങ്ങൾ നിർമ്മിക്കുക. ടാപ്പും ടാപ്പ് റെഞ്ചും ഉപയോഗിച്ച് ഹെക്സാഗോണൽ നട്ട് ആന്തരിക ത്രെഡുകൾ മുറിക്കുക. നട്ട് ബോൾട്ടുമായി മാച്ച് ചെയ്യുക. ഹെക്സാഗോണൽ നട്ട്സ് തയ്യാറാക്കാനും ബോൾട്ടുകളുമായി മാച്ച് ചെയ്യാനും ആവശ്യമായ മെറ്റീരിയലും ടൂൾസുകളും എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നോക്കാം. ഫയൽ, ഹെക്സാഗണൽ റോഡ്, ബെഞ്ച് വൈസ്, ഷാംഫർ ടൂൾ, ടാപ്പ് ഡ്രിൽ സൈസ് ചാർട്ട്, സെൻട്രൽ പഞ്ച്, സെന്റർ ഡ്രിൽ, ഡ്രിൽ ബിറ്റ്സ്, ടാപ്പ് റെഞ്ച്, M10 tabs, screw pitch gauge, saw, cleaning tool, oiler, wire brush. ഇപ്പോൾ ഹെക്സാഗണൽ നട്ട്സ് തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ സീക്വൻസ് നമുക്ക് നോക്കാം. നട്ടും ബോൾട്ടും തയ്യാറാക്കുമ്പോൾ ഉണ്ടാവാനിടയുള്ള പരിക്ക് തടയുന്നതിന് സേഫ്റ്റി ഉപകരണങ്ങൾ ധരിക്കുന്നതും കൂടാതെ സേഫ് വർക്ക് എൻവിറോൺമെന്റ് ഉണ്ടാക്കുന്നതും ഉറപ്പാക്കുക. ആദ്യം റോ മെറ്റീരിയൽ പരിശോധിക്കുക. മെഷീനിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുമ്പ് ഹെക്സാഗണൽ റോഡുകളിൽ ഏതെങ്കിലും ഡിഫെക്ട്സ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസുകൾക്കായി പരിശോധിക്കുക. നട്ടിനെ സൈസ് ആക്കാനായി ഫയൽ ചെയ്യുക. ഹെക്സാഗണൽ റോഡ് സ്ഥാനത്ത് ഹോൾഡ് ചെയ്യാനായി ഒരു ബെഞ്ച് വൈസിൽ സുരക്ഷിതമായി സ്ഥാപിക്കുക. റോഡിന്റെ തിക്നെസ് 10 മില്ലിമീറ്ററിലേക്ക് കുറയ്ക്കാൻ ഒരു ഫയൽ ഉപയോഗിക്കുക. ഡയമെൻഷൻ 18 മില്ലിമീറ്റർ ആണെന്ന് ഉറപ്പാക്കാൻ ഹെക്സാഗണൽ റോഡിൽ ഫ്ലാറ്റ് ടു ഫ്ലാറ്റ് ദൂരം അളക്കുക. ഒരറ്റത്ത് ഷാംഫർ ഫയൽ ചെയ്യുക. നട്ടിന്റെ ഹെഡായി ഹെക്സാഗോണൽ റോഡിന്റെ ഒരറ്റം തെരഞ്ഞെടുക്കുക. അതിനായി ഹെഡ് എൻഡിൽ 2 മില്ലിമീറ്ററും 30 ഡിഗ്രീസും ഡയമെൻഷനുകൾക്കുള്ള ഒരു ചാംഫർ സൃഷ്ടിക്കാൻ ഒരു ഫയൽ ഉപയോഗിക്കുക. ഈ ചാംഫർ ടാപ്പിംഗ് പ്രക്രിയ ആരംഭിക്കുന്നത് എളുപ്പമാകും. ടാപ്പ് ഡ്രിൽ സൈസ്, അതിന് അനുയോജ്യമായ ടാപ്പ് ഡ്രിൽ സൈസ് നിർണ്ണയിക്കുക. ഇവിടെ M10 ടാപ്പ് ഉപയോഗിക്കുന്നു. അതിനാൽ ഡ്രിൽ സൈസ് സാധാരണയായി 8.5 മില്ലിമീറ്റർ ഡയാമീറ്റർ ഉള്ളതാണ്. ടാപ്പ് ഡ്രില്ലിനായി ഹോളിന്റെ മധ്യഭാഗം അടയാളപ്പെടുത്തുക. ടാപ്പിനു വേണ്ടി ഡ്രിൽ ചെയ്യേണ്ട ഹോളിന്റെ മധ്യഭാഗം ഒരു മാർക്കിംഗ് ടൂൾ അല്ലെങ്കിൽ സ്ക്രൈബർ ഉപയോഗിച്ച് അളന്ന് അടയാളപ്പെടുത്തുക. ഈ പോയിന്റ് ഷാംഫേർഡ് എൻഡിൽ നിന്നും 8.5 മില്ലിമീറ്റർ ഡയാമീറ്റർ അകലെ ആയിരിക്കണം. ഡ്രിൽ ഹോൾ സെന്റർ പഞ്ച് ചെയ്യുക. മുമ്പത്തെ ഘട്ടത്തിൽ നിങ്ങൾ ഉണ്ടാക്കിയ സെന്റർ മാർക്കിൽ ഒരു ചെറിയ ഇൻഡന്റേഷൻ ഉണ്ടാക്കാൻ ഒരു സെന്റർ പഞ്ച് ഉപയോഗിക്കുക. ഡിസൈഡ് സ്ഥലത്ത് ഡ്രിൽ ബിറ്റ് കൃത്യമായി ആരംഭിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ സെന്റർ പഞ്ച് സഹായിക്കുന്നു.
സെന്റർ ഡ്രിൽ ഉണ്ടാക്കുക. സെന്റർ മാർക്കിൽ ഒരു പൈലറ്റ് ഹോൾ സൃഷ്ടിക്കാൻ ഒരു സെന്റർ ഡ്രിൽ ഉപയോഗിക്കുക. ഇത് ലാർജ് ഡ്രിൽ ബിറ്റിനെ നയിക്കുകയും കൂടുതൽ പ്രീസൈസ് ഹോൾ നൽകുകയും ചെയ്യും. പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യുക. ഹെക്സാഗണൽ നട്ടിൽ ഒരു പൈലറ്റ് ഹോൾ സൃഷ്ടിക്കാൻ 5 മില്ലിമീറ്റർ ഡയാമീറ്ററുള്ള ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. നട്ടിന്റെ മധ്യത്തിലൂടെയാണ് പൈലറ്റ് ഹോൾ ഡ്രിൽ ചെയ്യേണ്ടത്. .5 ഡയാമീറ്റർ ഹോൾ ഡ്രിൽ ചെയ്യുക. പൈലറ്റ് ഹോൾ ഉണ്ടാക്കിയ ശേഷം M10 ടാപ്പിനുള്ള ഫൈനൽ ഹോൾ സൃഷ്ടിക്കാൻ 8.5 മില്ലിമീറ്റർ ഡയാമീറ്റർ ഡ്രിൽ ബിറ്റ് ഉപയോഗിക്കുക. സ്ട്രെയിറ്റ് ഹോൾ ഉറപ്പാക്കാൻ പൈലറ്റ് ഹോളിലൂടെ ഒരേ ആക്സിസിൽ ഡ്രിൽ ചെയ്യുക. ഡ്രിൽഡ് ഹോളിന്റെ രണ്ടറ്റവും ചാംഫർ ചെയ്യുക. ഡ്രിൽഡ് ഹോളിന്റെ രണ്ടറ്റത്തും ചാംഫറുകൾ സൃഷ്ടിക്കാൻ ഒരു ഫയൽ ഉപയോഗിക്കുക. ചാംഫറുകൾക്ക് 2 മില്ലിമീറ്ററും 45 ഡിഗ്രിയും ഡയമെൻഷൻസും ഉണ്ടായിരിക്കണം. ഈ ചാംഫറുകൾ ടാപ്പിന്റെ പ്രവേശനം എളുപ്പമാക്കും. M10 ടാപ്പുകൾ ഉപയോഗിച്ച് ഇന്റേണൽ ത്രെഡ് മുറിക്കുക. ഹെക്സാഗണൽ നട്ട് ഒരു ബെഞ്ച് വൈസിൽ ഉറപ്പിക്കുക. അത് വൈസ് ജോസുകൾക്ക് സമാന്തരമായി പിടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ടാപ്പ് റെഞ്ചിൽ M10 ടാപ്പ് ചേർക്കുക. ഡ്രിൽ ചെയ്ത ഹോളിലൂടെ ടാപ്പ് ശ്രദ്ധാപൂർവം വിന്യസിക്കുകയും ടാപ്പിനെ ക്ലോക്ക് വൈസ് തിരിക്കുന്നതിലൂടെ ഇന്റേണൽ ത്രെഡിനെ മുറിക്കാനും ആരംഭിക്കുക. പ്രക്രിയ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നതിനും ഫ്രിക്ഷൻ കുറയ്ക്കുന്നതിനും ടാപ്പിംഗ് ഓയിൽ അല്ലെങ്കിൽ കട്ടിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നത് ഉറപ്പാക്കുക. ഫുൾ ത്രെഡ് മുറിച്ച് രൂപപ്പെടുത്തുക. ഫസ്റ്റ് ടാപ്പ് പൂർത്തിയാക്കിയ ശേഷം M10 സെക്കൻഡ് ടാപ്പും തുടർന്ന് തേർഡ് ടാപ്പും ഉപയോഗിച്ച് പ്രക്രിയ ആവർത്തിക്കുക. ഫുൾ ത്രെഡ് രൂപപ്പെടുന്നതുവരെ ഓരോ ടാപ്പും ത്രെഡിനെ ആഴത്തിലാക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യും. സ്ക്രൂ പിച്ച് ഗേജും മാച്ചിംഗ് ബോൾട്ടും ഉപയോഗിച്ച് ത്രെഡഡ് ഹോൾ പരിശോധിക്കുക. ത്രെഡഡ് ഹോളിന്റെ ആക്യുറസിയും പിച്ചും പരിശോധിക്കാൻ ഒരു സ്ക്രൂ പിച്ച് ഗേജ് ഉപയോഗിക്കുക. ഇത് ഒരു M10 ത്രെഡിന്റെ സ്പെസിഫിക്കേഷൻസുമായി പൊരുത്തപ്പെടണം. ത്രെഡഡ് ഹോൾ ശരിയായി യോജിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ M10 ബോൾട്ട് ഉപയോഗിച്ച് പരിശോധിക്കുക. ബോൾട്ടിലെയും നട്ടിലെയും ത്രെഡ് വൃത്തിയാക്കുക. ബോൾട്ട്, നട്ട് ത്രെഡുകളിൽ നിന്നും ഏതെങ്കിലും ഡെബ്രിസുകളോ മെറ്റൽ ഷേവിങ്ങുകളോ നീക്കം ചെയ്യാൻ ഒരു ത്രെഡ് ക്ലീനിംഗ് ടൂൾ അല്ലെങ്കിൽ ഒരു വയർ ബ്രഷ് ഉപയോഗിക്കുക. നട്ട് ബോൾട്ടുമായി മാച്ച് ചെയ്യുക. അവസാനമായി പുതിയതായി സൃഷ്ടിച്ച നട്ടിനെ മാച്ചിങ് M10 ബോൾട്ടിൽ സ്ക്രൂ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ത്രെഡുകൾ സുഗമമായും സുരക്ഷിതമായും ഇടപഴകണം. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. മെഷീനിംഗ് പ്രക്രിയ ആരംഭിക്കുന്നതിന് മുൻപ് ഹെക്സഗണൽ റോഡുകളിൽ ഏതെങ്കിലും ഡിഫക്ട് അല്ലെങ്കിൽ ഇറഗുലാരിറ്റികൾക്കായി പരിശോധിക്കുക. റോഡിന്റെ തിക്നെസ് 10 മില്ലിമീറ്ററായി കുറയ്ക്കാൻ ഒരു ഫയൽ ഉപയോഗിക്കുക. ഒരു M10 ടാപ്പിന് സാധാരണമായ ഡ്രിൽ സൈസ് 8.5 മില്ലിമീറ്റർ ഡയമീറ്റർ ആണ്. ഡ്രില്ലിങ്ങിനായി സെന്റർ ഓഫ് ഹോൾ അടയാളപ്പെടുത്തുക. പുതിയതായി സൃഷ്ടിച്ച നട്ടിനെ മാച്ചിങ് M10 ബോൾട്ടുകളിൽ സ്ക്രൂ ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. ഇതോടെ നമ്മൾ ഈ സെഷന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. നട്ട്സ് തയ്യാറാക്കുകയും അത് ബോൾട്ടുകളുമായി മാച്ച് ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കാണാം.